ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ട മുളക് വറുത്തതാണ്. മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടാവുന്ന നല്ലൊരു കറിയാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലിട്ടിട്ട് ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. 1 മിനിറ്റ് നമ്മളിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അത്രയും സമയം കൊണ്ടിട്ട് ഇത് ലൈറ്റായിട്ട് ക്രിസ്പായിട്ട് വരും. മുട്ടയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതേ പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ ഗ്രേവി തയ്യാറാക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ഓയിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് നമുക്കിനി 1 പീസ് കറുവാപ്പട്ട, 1 ഏലയ്ക്ക, 2 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. ഇതിപ്പോൾ 2 വലിയ സൈസ് സവാളയാണ്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 സവാള വേണം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം കറിവേപ്പില ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് വരണം. സവോളയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് വരണം. പിന്നെ നമ്മുടെ ഈ കറിക്ക് ഒരുപാട് ഗ്രേവിയൊന്നുമില്ല, വളരെ കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണിത്. നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. നല്ല ജീരകമല്ല, പെരിഞ്ജീരകമാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നേരത്തെ ആ ഉപ്പ് ഒരല്പം കുറവാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. വളരെ പതുക്കെ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മുളക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഫൈനലി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കറിവേപ്പില കൂടി ഞാൻ ഇടുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.